നമസ്തേ. ടോപ്പ് 7 സ്വാഗതം. നോക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണം വീണ്ടും ഉന്നതങ്ങളിലേക്ക്. കേസെടുക്കാൻ ഇഡിക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. സ്വർണ്ണക്കവർച്ചയിൽ SITയുടെ കണ്ടെത്തലുകളും ഉന്നതരിലേക്കുള്ള അന്വേഷണത്തിന് വഴിവെക്കുന്നതാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണ സംഘത്തലവനായുള്ള ടീം ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ED അന്വേഷണത്തിന് നേതൃത്വം നൽകും. കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടർ മേൽനോട്ടം വഹിക്കും. ECIയെ രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ SIT കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സ്വർണ്ണക്കവർച്ചയിലെ കള്ളപ്പണ ഇടപാടുകൾ വ്യക്തമായതിനു പിന്നാലെ ED ഇന്റലിജൻസ് ED അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ED ഡയറക്ടർക്ക് കൈമാറിയിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയും രേഖപ്പെടുത്തും. ശബരിമലയിൽ വൻ കൊള്ളയ്ക്കാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും ശ്രീകോവിലിന്റെ മറ്റു സ്വർണ്ണപ്പാളികൾ കവരാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നുമുള്ള SIT റിപ്പോർട്ട് വിശദമായ അന്വേഷണത്തിന് വഴി തുറക്കുന്നതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ എല്ലാം ചെയ്തത് കരുതിക്കൂട്ടിയാണെന്നും SIT റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SITയുടെ അന്വേഷണം ഇനിയും എത്താത്ത നിരവധി തലങ്ങളുണ്ട്, കണ്ടെത്തേണ്ട നിരവധി രേഖകളുണ്ട്. ഇതിലേക്കെല്ലാം നീളുന്ന അന്വേഷണമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുക. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് ജാമ്യമില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ 2 കേസുകളിലും പ്രതിയാണ് A. പത്മകുമാർ. കട്ടിടപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. വിശദമായി വാദം കേട്ട വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം നൽകിയില്ല. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതായിരുന്നു പ്രതിഭാഗം വാദം. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നും പത്മകുമാർ വാദിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് പത്മകുമാറിനെതിരെയുള്ളത്. CPM നേതാവ് കൂടിയായ പത്മകുമാറിന് ജാമ്യം ലഭിക്കാത്തത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ജനം, കൊല്ലം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വാദം കേട്ടു. റിമാൻഡ് കാലാവധി 80 ദിവസം കഴിഞ്ഞതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ. 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ജനുവരി 14 വിധി പറയും. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ 2 കേസുകളിലും പ്രതിയാണ് A. പത്മകുമാർ. കട്ടിടപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. വിശദമായി വാദം കേട്ട വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം നൽകിയില്ല. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതായിരുന്നു പ്രതിഭാഗം വാദം. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നും പത്മകുമാർ വാദിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് പത്മകുമാറിനെതിരെയുള്ളത്. CPM നേതാവ് കൂടിയായ പത്മകുമാറിന് ജാമ്യം ലഭിക്കാത്തത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2 പ്രതികളെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും 2 കേസുകളിലായി ജാമ്യാപേക്ഷ നൽകി. 14-ാം തീയതിയാണ് ജാമ്യാപേക്ഷകൾ വിജിലൻസ് കോടതി പരിഗണിക്കുക. ജനം, കൊല്ലം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകാനുള്ള തീരുമാനത്തിൽ വിജയകുമാറിനും ശങ്കരദാസിനും നിർണായക പങ്ക്. പാളികൾ നൽകാനുള്ള തീരുമാനം ഒന്നിച്ചെടുത്തതെന്നും സ്ഥിരീകരണം. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായക നടപടിയിലേക്ക് കടക്കുകയാണ് SIT. സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകാനുള്ള തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N. വിജയകുമാറിനും KP ശങ്കരദാസിനും നിർണായക പങ്കെന്നും വിലയിരുത്തൽ. സ്വർണ്ണപ്പാളികൾ നൽകാനുള്ള തീരുമാനം ഇരുവരും ഒന്നിച്ചെടുത്തതെന്നും സ്ഥിരീകരണം. സ്വർണ്ണക്കടത്തിൽ ഇരുവർക്കും കൂട്ടുത്തരവാദിത്തമെന്നും സ്ഥിരീകരണമുണ്ട്. സ്വർണം കൈമാറാനുള്ള യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ശങ്കർദാസ് നുണ പറഞ്ഞുവെന്നും SIT കണ്ടെത്തി. കൊള്ളയ്ക്ക് അവസരമൊരുക്കാൻ വ്യാജരേഖ ചമച്ചെന്നും സ്ഥിരീകരിച്ചതോടെ ഇരുവർക്കും കേസ് ഇനി നിർണായകമാണ്. ജനം, തിരുവനന്തപുരം. കണ്ണൂരിൽ റേഷൻ കടയിൽ പോറ്റിയെ കയറ്റിയ പാട്ട് വെച്ചതിൽ പ്രകോപിതനായി CPM ലോക്കൽ സെക്രട്ടറി. പിന്നാലെ കുടഞ്ഞ് നാട്ടുകാരൻ. മുല്ലക്കുടി സ്വദേശി മനോഹരനെയാണ് പ്രദേശവാസിയായ ഭാസ്കരൻ പെരുമാറിയത്. സംഭവത്തിൽ ഭാസ്കരനെതിരെ മയ്യിൽ പോലീസ് കേസെടുത്തു.
ദേശീയപാതാ വികസനത്തിന് ഏറ്റെടുത്ത ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹൈവേ വികസനത്തിനായി 25-ലധികം ക്ഷേത്രങ്ങളിൽ നിന്നായി വിട്ടു നൽകിയത് 4.55 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളും. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം വ്യാപകമായി ഭൂമി നഷ്ടമുണ്ടായി. നഷ്ടപരിഹാര തുകയായി അനുവദിച്ച കോടികൾ സർക്കാർ കൈക്കലാക്കിയത് ജനം TV പുറത്തു കൊണ്ടുവന്നിരുന്നു. ജലം എക്സ്ക്ലൂസീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 25 ക്ഷേത്രങ്ങളുടെയും ഉപക്ഷേത്രങ്ങളുടേതുമായി 4.55 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളുമാണ് ദേശീയപാതാ വികസനത്തിനായി വിട്ടു നൽകിയത്. ഇതിൽ ക്ഷേത്രഭാഗങ്ങൾക്കൊപ്പം വരുമാന മാർഗങ്ങളായിരുന്ന ലോഡ്ജുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമെല്ലാം ഉൾപ്പെടും. തിരുവനന്തപുരം വർക്കല ദേവസ്വം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിന്റെ മാത്രം 1.10 ഏക്കർ ഭൂമിയാണ് ഹൈവേക്കായി വിട്ടു നൽകിയത്. ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെടുന്ന തോന്നൽ ദേവി ക്ഷേത്രം, കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപദേവതയായ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്നിവയ്ക്കും 9 സെന്റോളം ഭൂമി നഷ്ടമായി. കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര മുതൽ പടനായർകുളങ്ങരയും പുതിയകാവും വരെയുള്ള 6 ദേവസ്വങ്ങൾക്ക് നഷ്ടമായത് 85 സെന്റോളം ഭൂമി. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ഹരിപ്പാട്, വൈക്കം ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന 16 ദേവസ്വങ്ങൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഉപക്ഷേത്രങ്ങളിൽ നിന്നുമായി ഏറ്റെടുത്തത് 2.51 ഏക്കർ ഭൂമിയും അനുബന്ധ നിർമ്മിതികളുമാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 27 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ലാൻഡ് അക്വിസിഷൻ അതോറിറ്റി സർക്കാരിലേക്ക് കൈമാറിയത്. ദേവസ്വം ഭൂമികളെല്ലാം ഗവൺമെന്റ് ലാൻഡാണെന്ന വ്യാജ അവകാശവാദം ഉന്നയിച്ചാണ് സർക്കാർ ഈ തുക കൈക്കലാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 2.04 ഏക്കർ ഭൂമിയും അനുബന്ധ നിർമ്മിതികളും ഹൈവേക്കായി വിട്ടു നൽകിയിരുന്നു. ഭൂമി മൂല്യവും മറ്റ് ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ ആലപ്പുഴയിലേക്കാൾ കൂടുതൽ നഷ്ടപരിഹാര തുകയ്ക്കും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അനധികൃതമായി സർക്കാർ കൈക്കലാക്കിയ കോടികളുടെ കണക്ക് ഇനിയും കുതിച്ചുയരും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യം വീണ്ടും സജീവമാവുകയാണ്. മുസ്ലിം ലീഗിന് പിന്നാലെ കേരള മുസ്ലിം ജമാഅത്തും ഈ ആവശ്യവുമായി രംഗത്തെത്തി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര പുരോഗമിക്കുന്നതിനിടെയാണ് വിഭജനം എന്ന ആവശ്യവുമായി കാന്തപുരം AP വിഭാഗം രംഗത്തെത്തിയത്. മലപ്പുറം ജില്ലയിലെ 47 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് നിലവിലെ ഭരണ സൗകര്യങ്ങൾ പരിമിതമാണെന്നും ജില്ല വിഭജിച്ചാൽ മാത്രമേ വികസനവും സൗകര്യങ്ങളും എല്ലാവർക്കും ഉറപ്പാക്കാൻ ജില്ലാ വിഭജനം അനിവാര്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര പുരോഗമിക്കുന്നതിനിടയിലാണ് വിഭജനം എന്ന ആവശ്യവുമായി കാന്തപുരം AP വിഭാഗം രംഗത്തെത്തിയത്. ജനവിഭാഗത്തിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം ഫണ്ടുകൾ വേണ്ടവിധം വിനിയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മതപരമായ കണ്ണിലൂടെ ഇതിനെ കാണരുത്. വിഭവങ്ങൾ അർഹമായ രീതിയിൽ ലഭിക്കാൻ ജില്ലാ വിഭജനം അനിവാര്യമാണ്. മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി ഇതിനെ കാണണമെന്നും ഇവർ പറയുന്നു. SDPI ഈ ആവശ്യം ഉന്നയിച്ച് മുൻപ് ജില്ലാ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്. AK ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചുവെന്ന പ്രസ്താവന പിൻവലിച്ച് ബാലൻ മാപ്പ് പറയണമെന്ന ആവശ്യം. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പോക്കൂട്ടൂരാണ് AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചത്. ഡൽഹി തുർക്കുമാൻ ഗേറ്റിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം. 10 പേരെ കസ്റ്റഡിയിലെടുത്തതായി സൂചന. സയ്യിദ് ഫായിസ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശത്തെ ഒഴിപ്പിക്കലിനിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. പുലർച്ചെ 1:30-ക്കാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടന്നത്. തുർക്ക്മാൻ ഗേറ്റിലെ സയ്യിദ് ഫായിസ് ഇലാഹി മസ്ജിദിന് പരിസരത്തുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെയായിരുന്നു സംഘർഷം. ഡൽഹി രാംലീല മൈതാനത്തിനടുത്തുള്ള പ്രദേശങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. 38,940 ചതുരശ്ര അടി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. നവംബർ 12-ന് പുറപ്പെടുവിച്ച വിധിയിൽ 3 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും PWDക്കും നൽകിയ നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചത്. പുലർച്ചെ 17 ബുൾഡോസറുകളുമായി സ്ഥലത്തെത്തിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർക്കെതിരെ പ്രദേശവാസികളിലെ ഒരു സംഘം തിരിയുകയായിരുന്നു. പ്രദേശത്തെ 20 സെന്റോളം ഭൂമിക്ക് മാത്രമാണ് കൃത്യമായ രേഖകളുള്ളത്. ഈ പ്രദേശത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബാക്കി പ്രദേശങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മേഖലയിലെ 100ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. 10-ലേറെ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരായ നടപടി വർഗീയത വളർത്താനുള്ള സാധ്യതയായി കണ്ട് ഒരു വിഭാഗം ആക്രമണത്തിന് പിന്നിലെത്തി എന്നതാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, ജനം.
തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകാരെ സന്നിധാനത്ത് വിന്യസിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. പർണശാല കെട്ടി നേരത്തെ എത്തുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം നൽകും. തിരുവാഭരണ ഘോഷയാത്ര ഒരു തടസ്സവും കൂടാതെ സന്നിധാനത്തെത്താനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം 2026 ഹരിവരാസനം അവാർഡ് പ്രഖ്യാപിച്ചു. നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കരനാണ് പുരസ്കാരം. ജനുവരി 14 രാവിലെ 10 മണിക്കാണ് അവാർഡ് വിതരണമെന്നും മന്ത്രി അറിയിച്ചു. പമ്പയിൽ കൂടി അവസാന ചടങ്ങിന് എല്ലാം രൂപം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ പർണശാല കെട്ടി വളരെ കാലേകൂട്ടി വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടകരോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എടുത്ത തീരുമാനം അവിടെ അടുപ്പ് പൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. പകരം ദേവസ്വം ബോർഡ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഈ അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ കാരണം മുമ്പ് ഈ പർണശാലകൾ കെട്ടി അവിടെ പാചകം നടക്കുന്ന ഘട്ടത്തിലാണ് തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ വർഷവും ആ കാര്യത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മകരവിളക്കൊരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പാസ് വാങ്ങി മറിച്ച് കച്ചവടം ചെയ്യുന്നതും നേരത്തെ മുറിയെടുത്ത് വലിയ വിലയ്ക്ക് വിൽക്കുന്നതുമായ കാര്യങ്ങൾ പൂർണ്ണമായും തടയും. ഓൺലൈനായി മാത്രം മുറി ബുക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ചെയ്യും. ഗോൾഡൻ പാസിലും സിൽവർ പാസിലും ഫോട്ടോ പതിപ്പിച്ച് നൽകുമെന്നും കെ ജയകുമാർ പറഞ്ഞു. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുക. സുഗമമായിട്ടുള്ള ഒരു മകരവിളക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ബോർഡ് ഇപ്രാവശ്യം എടുത്തൊരു തീരുമാനം, ഡോണർമാരായിട്ട് കുറച്ച് ഡോണേഴ്സ് ഉണ്ടല്ലോ, 280 ഡോണർമാരുണ്ട്. അവർക്ക് മുറിക്ക് ഈ സീസണിൽ 2 ദിവസം താമസിക്കാൻ അർഹതയുണ്ട്. അപ്പോൾ ആ ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മുറികൾ അതിൽ നിന്ന് സർപ്ലസ് കിട്ടുമെന്ന് നോക്കി അതും ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുറികളും കൂടെ പൂൾ ചെയ്ത് കുറച്ച് മുറി മാത്രം നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ഗവൺമെൻറ് ആവശ്യത്തിനും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ മുറിയും ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ആരാണ് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ ID പ്രൂഫോട് കൂടി മാത്രമേ താമസിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ എന്നും നമ്മൾ നിർബന്ധിച്ചിരിക്കുകയാണ്. മകരവിളക്ക് കാണാനുള്ള പാസ്സാണ്. ആ പാസ് കൊടുക്കുന്നത് തിരുമുറ്റത്ത് നിൽക്കാനൊരു പാസ്, ഫ്ലൈ ഓവറിൽ നിൽക്കാൻ എംപ്ലോയീസിനും ബാക്കിയുള്ളവർക്കും എല്ലാം പാസ്. അപ്പോൾ എംപ്ലോയീസിന് നമ്മൾ പാസ് കൊടുക്കുന്നില്ല, അവരുടെ ബാഡ്ജ് തന്നെ മതി അവർക്ക് അവിടെ കയറാൻ, പാസിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഉള്ളവർക്ക് പാസ് കൊടുക്കുന്നതിന് തിരുമുറ്റത്ത് നിൽക്കുന്നതിന് ഗോൾഡൻ പാസും മറ്റത് സിൽവർ പാസും, അത് ഫോട്ടോ പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഫോട്ടോ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തന്നെ ഫോട്ടോ എടുത്ത് തൽക്ഷണം ഫോട്ടോ പതിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതായിരിക്കും. ഒരു കാരണവശാലും ഒരു പാസ് വാങ്ങിച്ചിട്ട് അത് മറ്റൊരാളിന് കൈമാറ്റം ചെയ്യാനോ കാശ് വാങ്ങിക്കാനോ ഒന്നും അനുവദിക്കുന്നതല്ല. ഇറാനിൽ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ തന്ത്രങ്ങളുമായി ഭരണകൂടം. നാണയവിലയിടിവിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. സംഭവങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, പ്രസിഡന്റ് തന്നെയാണ് കുറ്റാരോപിതനെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ പ്രക്ഷോഭം നിയന്ത്രിക്കാനുള്ള നടപടികൾക്കിടെ 36 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രതിഷേധങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ്. വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും സാധാരണക്കാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. مقصر ماییم، مقصر اون دانشجو، اون کارمند و اون مردم نیست. در نتیجه باید اون عملکردمون رو باید اصلاح کنیم. نتیجه کار رو باید ببینیم که آیا ما داریم راهی رو که امام نشون داده میریم یا خلاف اون جهت رو میریم. حالا هی بگو ما عاشق امامیم و شعر بگو، هر کاری میخوای بکن، ولی وقتی راه رو نمیری در حقیقت داری آبروی این امام رو میبری. داری در دیدگاه دنیا نحوه این که این امام که میگه اگه امام اینه که شما دارید میرید. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചുമതല തനിക്കുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. ഇതിനിടെ 10 ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 36 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നിലപാടുകൾ വ്യക്തമാക്കി പ്രസിഡന്റ് രംഗത്തെത്തിയത്. നാണയ വിലയിടിവിനെ തുടർന്ന് 10ലേറെ ദിവസമായി ഇറാനിൽ പ്രക്ഷോഭം തുടരുകയാണ്. പരമോന്നത നേതാവ് അയത്തള്ള അലി ഖമൈനി രാജ്യം വിട്ടതായ സൂചനകളും പുറത്തുവരുന്നു. മോസ്കോയിലേക്ക് കടന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കാലങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ച വെബ് സീരീസിനെ കുറിച്ചാണ് ലോകത്തിപ്പോൾ ചർച്ച. അമേരിക്കയുടെ വെനസ്വേലൻ ആക്രമണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ദേജാവു ഇഫക്റ്റാണ് ചർച്ചയാകുന്നത്. ചില വാർത്തകളും സംഭവങ്ങളും കാണുമ്പോൾ മുൻപ് എവിടെയോ കണ്ടെന്ന തോന്നലുണ്ടാകാറുണ്ട്. സാധാരണയായി ദജാവു എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വെനസ്വേലൻ ആക്രമണവും മഡൂറോയുടെ അറസ്റ്റുമൊക്കെ ഇത്രയധികം ചർച്ചയാവാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. വെനസ്വേലയെക്കുറിച്ച് US സുരക്ഷാ ആശങ്കകളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് 2019 പുറത്തിറങ്ങിയ ടോം ക്ലാൻസിസ് ജാക്ക് റയൻ എന്ന സീരീസിലെ ഒരു രംഗമാണ് ഇതിനു പിന്നിലെ കാരണം.
ആമസോൺ പ്രൈമിൽ 6 വർഷം മുൻപിറങ്ങിയ സീരീസിലെ ഒരു രംഗത്തിൽ ജോൺ ക്രാൻസിസ്കി അവതരിപ്പിക്കുന്ന ജാക്ക് റയാൻ എന്ന CA അനലിസ്റ്റ് വെനസ്വേലയെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായി വിശേഷിപ്പിക്കുന്നുണ്ട്. വെനസ്വേലയുടെ സ്വർണ്ണശേഖരത്തെക്കുറിച്ചും എണ്ണ നിക്ഷേപത്തെക്കുറിച്ചും റയാൻ ആ സിനിമയിൽ നൽകിയ മുന്നറിയിപ്പുകൾ ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. ചില പ്രവചനങ്ങൾ പോലെ ആ സിനിമയിലെ പലതും ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. വെനസ്വേലയുടെ തലസ്ഥാനത്ത് US സൈനികാക്രമണങ്ങളും പ്രസിഡന്റ് നിക്കോളസ് മഡൂറ പിടിക്കപ്പെടുകയും ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ സാങ്കല്പിക CA അനലിസ്റ്റിനെ ആഘോഷിക്കുകയാണ്. വെനസ്വേല എക്സ്പ്ലെയിൻഡ് എന്ന പേരിൽ പരമ്പരയിലെ ഒരു ചെറിയ ക്ലിപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീല് 2 ദിവസത്തിനിടെ കണ്ടത് 40 ദശലക്ഷം പേരാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സീരീസായാണ് ലോകം ഇതിനെ കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഗാസ സമാധാന ധാരണ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. സുസ്ഥിര സമാധാനം മേഖലയിൽ സ്ഥാപിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയുള്ളതുമായി പ്രധാനമന്ത്രി അറിയിച്ചു. എല്ലാ തരത്തിലുള്ള ഭീകരതയ്ക്കുമെതിരായ പോരാട്ടങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ഇരു നേതാക്കളും പരസ്പരം ഉറപ്പു നൽകി. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശാക്തീകരിക്കുന്നതിന് മുൻഗണന നൽകേണ്ട വിഷയങ്ങളും ചർച്ചയായി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, പുതുവർഷം പിറന്ന ഇത്രയും ദിവസത്തിനകം സുപ്രധാനമായൊരു നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ടെലിഫോൺ സംസാരിച്ചു എന്ന് അറിയുന്നു. എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തോട് സീറോ ടോളറൻസ് എന്ന നയം സ്വീകരിക്കുന്ന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഭരണാധികാരി തമ്മിലുള്ള സംഭാഷണം, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഒരു വിഷയം പുതുവത്സരാശംസകൾ നേർന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നേരത്തെ അമിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭീകരവിരുദ്ധ നീക്കങ്ങൾ, അതായത് ഭീകരത, ഏതു തരത്തിലുള്ള ഭീകരതയ്ക്കും എതിരായ നീക്കങ്ങൾ ശക്തമായി തുടരുമെന്ന നിലപാടാണ് ഇരു രാഷ്ട്ര തലവന്മാരും ചേർന്ന് ഇന്നും പരസ്പരം ഉറപ്പ് നൽകിയത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ഭീകരതയുടെ ദുരന്തങ്ങൾ നിരവധിയായി നേരിടുന്ന 2 രാഷ്ട്രങ്ങളാണ് ഇസ്രയേലും അതുപോലെ തന്നെ ഭാരതവും. സ്വാഭാവികമായും ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തിനെ അടിസ്ഥാന ഘടകമായി മാറാനുള്ള സാധ്യതയും ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭാരതത്തിനുണ്ട് എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യവൽക്കരണം കൂടിയാണ് ഈ ചർച്ചകളിൽ ഇക്കാര്യം പരാമർശിക്കപ്പെട്ടത് എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ നിലവിൽ 2ാം ഘട്ട സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. അതായത് ഗാസ ഇസ്രയേൽ സംഘർഷത്തിൽ 2ാം ഘട്ട സമാധാന ചർച്ചയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് കമ്മിറ്റിയെ സ്ഥാപിക്കുന്നതിനൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നു. ആ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധം നിലനിർത്തുന്ന ഒരു നയതന്ത്ര തലത്തിൽ മികച്ച ബന്ധം നിലനിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മികച്ച ബന്ധം നിലനിർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ബന്ധത്തെ കൂടുതൽ ശാക്തീകരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യവുമുള്ളതായി ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ വ്യക്തമാവുകയും ചെയ്തു. തീർച്ചയായും നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ പുതുവത്സരം ആരംഭിച്ച വേളയിൽ ആദ്യമായി ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്ന ഈ ചർച്ച ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ 2 ഘടകങ്ങളിലാണ്. ഭീകരതയ്ക്കെതിരായ കൃത്യമായ നീക്കങ്ങൾ ഭാരതവും ഇസ്രയേലും ഒരുമിച്ച് കൈക്കൊള്ളുമെന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ ഇല്ലാതാക്കി ഒരു പുതിയ സമാധാന ധാരണയിലേക്ക് മേഖല കടക്കുന്നു എന്നതിനെ തുടക്കം കുറിക്കുന്നതിൻ്റെ വിശദാംശങ്ങളും പങ്കുവച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഗാസ സമാധാന ധാരണ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. അവധിക്കാലത്ത് ഒരു ഹ്രസ്വചിത്രമെടുത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് 14-കാരി ശ്രീനന്ദ നാഥ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാനുള്ള പുതിയ തലമുറയുടെ ശ്രമങ്ങൾ സ്വന്തം അനുഭവങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർത്താണ് ശ്രീനന്ദ നാഥ് സിനിമയാക്കിയിരിക്കുന്നത്. റോർ എ മില്യൺ വ്യൂസ് സ്റ്റോറി എന്ന സിനിമയുടെ പ്രദർശനം കൊച്ചിയിൽ നടന്നു. ആ റിപ്പോർട്ടിലേക്ക്. പലരും സിനിമ കണ്ടു തുടങ്ങുന്ന പ്രായമാണ് 14-15 വയസ്സ്. എന്നാൽ ചിലർ സിനിമയെ സ്വപ്നം കാണാൻ തുടങ്ങുന്ന പ്രായം കൂടിയാണത്. അങ്ങനെ കണ്ടൊരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇവിടെ കൊച്ചിയിൽ ആ സിനിമയുടെ ആദ്യ പ്രദർശനം നടന്നു കഴിഞ്ഞു. സിനിമയുടെ പേര് റോർ എ മില്യൺ സ്റ്റോറി ഓഫ് ഡ്രീംസ്. സിനിമയുടെ സംവിധായിക 14 വയസ്സുള്ള ശ്രീനന്ദ നാഥ് അവർ നമ്മോടൊപ്പം ചേരുകയാണ്.
ആദ്യ പ്രദർശനം പൂർത്തിയായി കഴിഞ്ഞു. ശ്രീനന്ദ, വളരെ കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് തോന്നിയത്? എൻ്റെ ചേച്ചി എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പിന്നീട് ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറുതായിട്ട് ഫോണിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ കഥ എഴുതി, സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ ആക്ച്വലി ഇത് രണ്ടാമത്തെ എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ? 10th. അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് ചെയ്തു, ജസ്റ്റ് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് വളരെ ചെറുതായിട്ട് ഒരെണ്ണം ചെയ്ത് അത് യൂട്യൂബിലിട്ടു. പിന്നീടാണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. അങ്ങനെ എനിക്കുണ്ടായ ഫീലിങ്സ് വെച്ചൊരു സ്റ്റോറി ചെയ്തതാണ്. ആക്ച്വലി ഈ സിനിമയുടെ പല സാങ്കേതിക ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പം കഥ, തിരക്കഥ, ക്യാമറ, അങ്ങനെയുള്ള ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചത്? അതിലൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ബാക്കപ്പ് എങ്ങനെയാണ്? മെയിനായിട്ട് ചേച്ചിയാണ് മെയിൻ ഇൻസ്പിറേഷൻ. ചേച്ചി ഈ ഒരു ഫീൽഡിലുള്ളതാണ്. സോ ചേച്ചിയും ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചേച്ചിയാണ് ഇൻസ്പിറേഷൻ. കഥ തേടി വേറെ എങ്ങോട്ട് പോകേണ്ടി വന്നില്ല അല്ലേ? ഇല്ല, ഇത് സ്വന്തം കഥയായിട്ട് തന്നെ. സിനിമ തന്നെ എന്തെങ്കിലും പുതിയ ആശയങ്ങളോ അല്ലെങ്കിൽ അടുത്ത കഥയിലേക്ക്, അടുത്ത സിനിമയിലേക്കൊക്കെ മനസ്സിലുണ്ടാവും. എന്തായാലും ഒന്ന് കഴിയുമ്പോൾ സിനിമ എന്ന് പറയുന്ന അത്ര ഒരു പാഷൻ ഉണ്ടാകുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പുറകിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒന്നാണല്ലോ, ഒരു മാജിക്കലായിട്ടുള്ളൊരു വലിവുണ്ട് സിനിമയ്ക്ക്, അതിലേക്ക് വലിച്ചടക്കുന്നത്. അങ്ങനെ അടുത്തായിട്ട് എന്താണ് മനസ്സിൽ വരുന്നത്? അടുത്തായിട്ട് സ്റ്റോറി ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്, അത് എഴുതണം, ചെയ്യണം. അതെ, അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും. അമ്മ, എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹമൊക്കെ തോന്നിയപ്പോൾ എന്താണ് തോന്നിയത് പറഞ്ഞപ്പോൾ? ഇല്ല, ചെറുപ്പത്തിൽ ഒരു 2-3 വർഷം മുൻപ് തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, അവൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ട്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഡ്രീം ചെയ്ത് അപ്പം തന്നെ നടത്താൻ പറ്റണം എന്നില്ല എല്ലാവർക്കും. പക്ഷേ ഇത് ഡ്രീം ചെയ്തു, അത് അപ്പം തന്നെ നടത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലെ കുറേ ഷോർട്ട് ഫിലിംസും സിനിമകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീനന്ദയ്ക്ക് ഈ കഥ എഴുതുന്നതിന് അതിനെല്ലാം സപ്പോർട്ടായി തോന്നുന്നത് ചേച്ചിയാണല്ലേ? പറയുക, എങ്ങനെയായിരുന്നു ചേച്ചിയാണ് എല്ലാത്തിനും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? ഒരു വെക്കേഷൻ ടൈമിലാണ് ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ടൈം പാസ് വേണമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴാണ് അനിയത്തിയെ കൊണ്ട് വീഡിയോ എടുക്കണം, അവൾക്ക് വൈറലാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ ഐഡിയാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് സിനിമ എടുത്ത് കളയാന്ന് വിചാരിച്ചു. അതെ, പ്ലാൻ ചെയ്തത് 30 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും അത് വന്നത് ഈ ഒരു വലിയ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് മാറിയത്. അപ്പോൾ അവളുടെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്, അത് ഞാൻ ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. അച്ഛനാണ്, എങ്ങനെയാണ് ഈ ഒരു സംവിധായികയുടെ അച്ഛനായി? പണ്ട് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ചെറിയ വീഡിയോസ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അത് പിന്നീട് അത് ഒരുമിച്ച് മോള് തന്നെ അത് എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ശരിക്കും ഈ ഇളയാൾ വന്നതിന് ശേഷം അവളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൾ ഇതിനകത്തൂടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഒരു ഷോർട്ട് ഫിലിം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുറേയും കൂടെ അവൾ കുറച്ചുകൂടെ കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അത് വീണ്ടും ഒരുപാട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് സിനിമയ്ക്ക് എങ്ങനെയാണ് സപ്പോർട്ട്? എങ്ങനെയാണ്? തീർച്ചയായും കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഞാൻ ഇവരുടെ ഒരു ഫാമിലി സുഹൃത്താണ്. അങ്ങനെയാണ്. പിന്നെ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് ഭയങ്കരമായി മനസ്സ് സന്തോഷമായിരിക്കുന്ന ഒരു ദിവസമാണ്. കാര്യം നന്നായിട്ടത് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. ഇനി മുന്നോട്ടും ഇതുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കഴിവിനത്ത് നിൽക്കാനായിട്ട്. പുതിയ ലോകം എന്ന് പറയുന്നത് അവസരങ്ങളുടേതാണ്. ശ്രീനന്ദ അത് വളരെ നന്നായി ഉപയോഗിച്ചു. മാതൃകയാണ് ശ്രീനന്ദ. ക്യാമറമാൻ ഗോപനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി. ടോപ്പ് 7 at 7 പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം ജനം ഡിബേറ്റിൽ രോഹിണി മഹേഷ് ചേരും. നമസ്തേ.